ദൈവത്തിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. ബൈബിൾ റീഡിംഗ് പ്രോഗ്രാമിൽ സംബന്ധിക്കുന്ന ഏവർക്കും കർത്തൃനാമത്തെ സ്നേഹവന്ദനം. ഇന്ന് നമുക്ക് വായിച്ച് ധ്യാനിക്കുവാനായിട്ടുള്ളത് അപ്പോസ്തലപ്രവൃത്തികൾ 12-ാം അധ്യായമാണല്ലോ. 11-ാം അധ്യായത്തിൽ പരിച്ഛേദനവാദികളെ പത്രോസ്ലീഹായുമായിട്ട് തർക്കിക്കുന്നു. പത്രോസിൻ്റെ ആ പ്രഭാഷണത്തിൽ അവർ നിശബ്ദരായി പോകുന്നതൊക്കെ നമ്മൾ കണ്ടു. 12-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത് ഹെറോദേസ് രാജാവിൻ്റെ ഒരു വലിയ പീഡനമാണ്. ഈ ഹെറോദേസ് എന്ന് പറയുന്നത് മഹാനായ ഹെറോദേസിൻ്റെ മകൻ അരിസ്തബോലസിൻ്റെ മകനാണ്. അത് യേശുവിനെ ക്രൂശിക്കാൻ വേണ്ടി വിട്ടുകൊടുത്ത ഹെറോദേസിൻ്റെ കൊച്ചുമകനാണ്. ഇയാൾ യോഹന്നാൻ്റെ സഹോദരനും സബദിപുത്രനുമായിരുന്ന യാക്കോബിനെ വെട്ടിക്കൊല്ലിച്ചു. കാരണം എന്തെന്ന് ഇവിടെ നിശ്ചയമില്ല. എങ്കിലും യഹൂദന്മാരെ പ്രീതിപ്പെടുത്തുവാനായിട്ടായിരുന്നിരിക്കാം. പ്രത്യേകിച്ച് സഭയെ പിടിപ്പിക്കുന്നതിൽ സാധുക്യർ, പ്രധാനാചാര്യന്മാർ, പിന്നെ പരീശന്മാർ, ഇപ്പോൾ യഹൂദന്മാരുടെ രാജാവും. അങ്ങനെ യാക്കോബിനെ കൊന്നത് യഹൂദന്മാർക്ക് ഇഷ്ടമായി എന്ന് കണ്ടിട്ട് അദ്ദേഹം പത്രോസിനെയും വധിക്കുവാൻ തക്കവണ്ണം ആഗ്രഹിച്ച് കാരാഗൃഹത്തിലാക്കി പെസഹ പെരുന്നാൾ കഴിയുന്ന ഉടനെ തന്നെ വധിക്കാൻ വേണ്ടി ആലോചിക്കുകയാണ്. അങ്ങനെ ഇരുന്നപ്പോഴാണ് ശമോൻ പത്രോസിനെ 16 പടയാളികളുടെ കൂടെ അവർക്ക് കാവൽ നിർത്തിക്കൊണ്ട് 16 പടയാളികളുടെ കാവൽ വെച്ച് അദ്ദേഹത്തെ അവിടെ 4 പേർ വീതം കൂടുന്ന 4 ഗ്രൂപ്പുകൾ അദ്ദേഹത്തിന് കാവലായി നിന്നുകൊണ്ട് അദ്ദേഹത്തെ കാരാഗൃഹത്തിലാക്കി. നമ്മൾ മനസ്സിലാക്കേണ്ട, സഭയുടെ പീഡനത്തിലും സങ്കടകരമായ പരിതസ്ഥിതിയിലും നിരാശയല്ല, പ്രത്യാശാപൂർവമായ പ്രാർത്ഥനയാണ് ആവശ്യമെന്ന് അന്നത്തെ ക്രൈസ്തവ സമൂഹം നമുക്ക് കാണിച്ചു തരുന്നു. പത്രോസ്ലീഹ കാരാഗൃഹത്തിലായി എന്നറിഞ്ഞ് അവർ വളരെ പ്രാർത്ഥനയോടുകൂടി അന്നത്തെ വിശ്വാസികൾ ഒരു ഭവനത്തിലായിരിക്കുകയാണ്. അവർ കൂടിയിരിക്കുന്ന സ്ഥലം നമ്മുടെ കർത്താവിൻ്റെ പെസഹ ഭക്ഷണം നടത്തിയ വിശുദ്ധ കുർബാന സ്ഥാപനം എന്നിവ നടന്നതായ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നതായ ആ ഭവനത്തിലാണ്. അങ്ങനെ സ്ത്രീഹന്മാരും വിശ്വാസികളും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ശിമോൻ പത്രോസ് കാരാഗൃഹത്തിൽ നിന്ന് മാലാഖ വന്ന് ശിമോൻ പത്രോസിനെ അവിടെ നിന്ന് വിടുവിക്കുന്നത്. 2 പടയാളികളുടെ നടുവിൽ കിടന്നവനെ അത്ഭുതകരമായി ചങ്ങലയടിച്ച് മാലാഖ കൊണ്ടുവരികയാണ്. പത്രോസ്ലീഹ ഒരു സ്വപ്നം കാണുന്ന പോലെ ഇതൊക്കെ കാണുന്നു. അത് കഴിഞ്ഞ് ഒരു തെരുവീതി കടക്കുന്നിടം വരെയും മാലാഖ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നതായി നമ്മൾ കാണുന്നു. അതാണ് പ്രാർത്ഥനയുടെ ശക്തി എന്ന് പറയുന്നത്. കാരാഗൃഹത്തിലായിരിക്കുന്ന പത്രോസിനു വേണ്ടി ജനസമൂഹം രാത്രി ഉറക്കളച്ചിരുന്ന് ആ ഭവനത്തിലായിരുന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. ആദ്യം വന്ന് കാവിൽ മുട്ടുന്ന കണ്ട റോദ എന്ന് പറയുന്നതായ ആ ദാസി വന്ന് ആ കതക് തുറന്ന് പത്രോസിനെ കണ്ടു. കതക് തുറക്കാതെ പത്രോസിൻ്റെ ശബ്ദം തിരിച്ചറിഞ്ഞ് അവൾ അകത്ത് ചെന്ന് ആളുകളോട് പറയുകയും ആളുകൾ ആദ്യം അത് അവിശ്വസിക്കുകയും പിന്നീട് ആ നിർബന്ധ മുഖാന്തരം വന്ന് കതക് തുറക്കുകയും പത്രോസ് അപ്പോസ്തലനെ അവർ അവിടെ കാണുകയും ചെയ്യുന്നു. അപ്പം അങ്ങനെ ദൈവത്തിൻ്റെ ഒരു വലിയ ഒരു നടത്തിപ്പ് ആയപ്പോൾ അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പിറ്റേ ദിവസം രാവിലെയാണ് പടയാളികൾ അറിയുന്നത് പത്രോസ്ലീഹ രക്ഷപ്പെട്ടിരിക്കുന്നു. അപ്പോൾ കോപം പൂണ്ട രാജാവ് ആ പടയാളികളെ വധിക്കാൻ വേണ്ടി അവിടെ ആജ്ഞാപിക്കുന്നതായി നമ്മൾ കാണുന്നു. പിന്നെ അവസാനം നമ്മൾ കാണുന്ന ആ ഹെറോദേസ് രാജാവിൻ്റെ വലിയ ദുരന്തമാണ്. അദ്ദേഹം രാജവസ്ത്രം ധരിച്ച് സിംഹാസനത്തിലിരുന്ന് അദ്ദേഹത്തെ ജനം ദൈവമെന്ന് പറഞ്ഞപ്പോൾ ദൈവത്തിന് മഹത്വം കൊടുക്കാതെ ദൈവമാകാൻ ശ്രമിച്ച അദ്ദേഹത്തെ അവിടെ നിന്ന് വീണ് അദ്ദേഹം പെട്ടെന്ന് ജീവൻ വെടിയേണ്ട ഒരു സാഹചര്യം അവിടെ വരുന്നതായി നമ്മൾ ഇത് കാണുന്നുണ്ട്. അപ്പോൾ അവിടെ ഒരു ദേവൻ്റെ ശബ്ദം ഞങ്ങൾ കേൾക്കുന്നുവെന്ന് പറഞ്ഞ് ജനം
ആ രാജാവിനെ പോഴ്ത്തിയപ്പോൾ ആ ജനത്തിൻ്റെ മുൻപാകെ തന്നെ ആ ഹെറോദേസ് രാജാവ് മരിക്കുന്നതായ സംഭവമാണ് നമ്മൾ കാണുന്നത്. 12-ാം അധ്യായം ഇതുവരെയുള്ള സഭയുടെ ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒന്ന്, യഹൂദന്മാർ അപ്പോഴും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന മശീഹ വന്നു കഴിഞ്ഞു, അത് നസറേയനായ യേശുവാണ് എന്ന് ഇവിടെ തെളിയിക്കപ്പെടുകയാണ്. 2, രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിനും കീഴിൽ യേശുവിൻ്റെ നാമമല്ലാതെ മറ്റൊരു നാമവുമില്ല എന്ന് സ്ത്രീഹന്മാരുടെ പ്രസംഗം ഇവിടെ പ്രസക്തമാവുകയാണ്. ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തികൾ കൊണ്ട് ഒരുവനും രക്ഷപ്പെടുകയില്ല എന്ന ആ സത്യം ഇവിടെ വെളിവാകുന്നു. മാത്രമല്ല, യേശുവിൻ്റെ നാമത്തിലുള്ള മാമോദീസ അവിടെ ആരംഭിച്ചു കഴിഞ്ഞു. 3000 പേർ ആദ്യം സ്ഥാനമേറ്റു. അതിനോട് ചേർന്ന് വിജാതീയനായ കൊർന്നേലിയോസും അങ്ങനെ വിജാതികളും സജാതികളും എല്ലാം സ്ഥാനമേറ്റ് സഭയോട് ചേരുന്ന ആ സഭയുടെ വലിയ വളർച്ച നമുക്കിവിടെ കാണാൻ സാധിക്കും. ഒരു വശത്ത് സ്ത്രീഹന്മാരെയും യേശുവിന് വേണ്ടി പ്രസംഗിക്കുന്നവരെയൊക്കെ പീഡിപ്പിക്കുകയും വധിക്കുകയും ചെയ്യുമ്പോൾ, മറുവശത്ത് അതിശക്തമായി സഭ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ പഴയ നിയമ ശാപതൊക്കെ ആദിമസഭ നിർത്തലാക്കി അതിന് പകരം ആഴ്ചവട്ടത്തിൻ്റെ 1-ാം ദിവസം ആയ ആ ഞായറാഴ്ച അവരെ വിശുദ്ധകുർബാന അർപ്പിക്കാൻ ആരംഭിച്ചു. മൃഗബലി അവിടെ നിർത്തലാക്കി, പരിച്ഛേദന ഇല്ലാതാക്കി, ലേവ്യ പൗരോഹിത്യം ഉപേക്ഷിച്ചു. സ്ത്രീഹന്മാർ പരിശുദ്ധാത്മാവിനാൽ കൈവയ്പ് നടത്താൻ തുടങ്ങി. കാശീസന്മാരെയും ചമ്മാശന്മാരെയും പൗരോഹിത്യ പദവിയിലേക്ക് അവർ ഉയർത്താൻ തുടങ്ങി. പരിശുദ്ധാത്മാവിനെ സ്ത്രീഹന്മാർ കൈവച്ച് ആളുകൾക്ക് നൽകുവാൻ തുടങ്ങി. ഇങ്ങനെ വലിയ ഒരു വളർച്ച ഏതാനും വർഷങ്ങൾ കൊണ്ട് ആദിമസഭയിൽ സംഭവിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുകയാണ്. അപ്പം ഇത് ആ ദൈവികമായ പദ്ധതി ആർക്കും ഒരു നാളും തടഞ്ഞു നിർത്താനാവില്ല. രാജശക്തി കൊണ്ടും അല്ലെങ്കിൽ രാഷ്ട്രീയമായ ശക്തികളെയൊക്കെ അതിജീവിക്കുന്നതായി നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. അപ്പം 12-ാം അധ്യായം പത്രോസ്ലീഹായ ഉണ്ടായ അത്ഭുതകരമായ ഒരു വലിയ വിടുതലാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആ വിടുതൽ എപ്പോൾ സംഭവിച്ചു? ആ പത്രോസിന് വേണ്ടി ഒരു കൂട്ടം ജനങ്ങൾ പ്രാർത്ഥനാപൂർവം, അവർ വിശ്വാസപൂർവം ഒരു ഭവനത്തിലായിരുന്ന് പ്രാർത്ഥിക്കുമ്പോഴാണെന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ പ്രാർത്ഥനയുടെ ശക്തി എന്തെന്ന് നമുക്കിവിടെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട്. അപ്രകാരം നമ്മുടെ ജീവിതത്തിലും ഏത് പ്രതിസന്ധി ഘട്ടങ്ങളെയും അതിജീവിക്കുവാൻ പ്രാർത്ഥന ഒരു വലിയ ശക്തിയാണ്, ആയുധമാണ് എന്നുള്ള ബോധ്യത്തോടെ നമുക്കത് നടത്തുവാനിടയായിട്ട് തീരട്ടെ. ഈ 12-ാം അധ്യായം ഇന്ന് പകൽക്കാലം വായിച്ച് ധ്യാനിച്ച് അതനുസരിച്ച് ഈ നോമ്പിൻ്റെ ദിവസങ്ങളിൽ കൂടുതൽ ശക്തിയോടെ പ്രാർത്ഥിക്കുവാൻ പരിശുദ്ധാത്മാവെ ഞങ്ങളെ ശക്തീകരിക്കണമേ എന്ന് നമുക്ക് ദൈവസന്നിധിയിൽ പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും നല്ല ഒരു ശുഭദിനം ആശംസിക്കുന്നു. ദൈവനാമം മാത്രം മഹത്വപ്പെടട്ടെ.